ഹലോ ഹായ് നമസ്കാരം, സനീർ പാറപ്പാറിനാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു 5 സ്റ്റാർ ഉപ്പുമാവാട്ടാ. ദിസ് ഈസ് സാൾട്ട് മാംഗോ ട്രീ എന്നൊരു സിനിമയ്ക്കകത്ത് നമ്മുടെ ലാലേട്ടൻ പറയുന്നില്ലേ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ വലിയ പരിപാടികളൊന്നും ഇല്ലാട്ടോ. 5 സ്റ്റാർ എന്ന് കേൾക്കുമ്പോൾ തടങ്ങി തെറിക്കാൻ നിൽക്കണ്ട, ചെറുസാര പരിപാടിയേ ഉള്ളൂ എന്ന്. കുറച്ച് ബീൻസും ക്യാരറ്റും ഇഞ്ചിയും പച്ചമുളകും സവാളയും കൂടെ മാത്രമേ ഉള്ളൂ എന്ന്. തക്കാളിന്ന് വായിൽ വന്നെങ്കിലും തക്കാളിയും പറഞ്ഞില്ല കേട്ടോ. പിന്നെ വേണ്ടത് ഗ്രീൻ പീസായിരുന്നു. ഗ്രീൻ പീസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളത് വൈറ്റ് പീസാക്കി മാറ്റി. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമുക്ക് പാളയം കുടമ്പ് പഴമായിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കണേ. പാളയം കുടനാകുമ്പോൾ ചെറിയ തണുപ്പും പുളിപ്പും മുതൽ എല്ലാം കൂടെ കൂടി നല്ല അടിപൊളിയായിരിക്കുമെന്ന്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പഴം ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കട്ടെ. ഞാൻ പാളയം കുടം എടുത്തോളുന്നുള്ളൂ. അപ്പോൾ അതെ പരിപാടി നമ്മളിവിടെ തുടങ്ങിയിട്ട് ആദ്യം തന്നെ നമ്മുടെ ക്യാരറ്റ് എടുത്ത് പേല് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മണ്ണിൽ കിടന്ന് പൊതഞ്ഞ് ഉണങ്ങിപ്പോയി തുടങ്ങിയ ഇഞ്ചിനെ എടുത്തിട്ട് അതിൻ്റെ തലങ്ങും വിലങ്ങും വെട്ടി മുറിച്ചിട്ട് അതിൻ്റെ തൊലി ഊരി പള്ളയെ കളഞ്ഞിട്ട് പച്ചമുളകിൻ്റെ ഞെട്ടൊടിച്ച് പട്ടയെ കളഞ്ഞിട്ട് പള്ളയെ കളഞ്ഞിട്ട് സവാളേനെ തണ്ടും മൂട്ടും കൂടി വറ്റി കൂട്ടി തൊലി ഉരിച്ച് പള്ളയെ കളഞ്ഞ രംഗാട്ടേക്കാണ്. ഇനി എല്ലാം കൂടെ കൂടി കഴുത്തിന് പിടിച്ച് ഒന്നാക്കിയിട്ട് എല്ലാം കൂടെ കൂടി ഒന്നിച്ചെടുത്തിട്ട് കഴുകിപ്പറക്കി ഊറ്റിപ്പറക്കിയിട്ട് അടുത്ത പരിപാടി. അപ്പം എന്നാൽ പിന്നെ നേരെ കഴുകിയേക്കാന്ന്. അങ്ങനെ തണ്ടും മൂക്കും വെട്ടിപ്പറിഞ്ഞ് പള്ളയെ കളഞ്ഞ സവാളയും കഴുത്തി പിടിച്ച് ഒന്നിച്ചാക്കിയ ബീൻസും ക്യാരറ്റും എല്ലാം കൂടെ കൂടി ഒന്നിച്ചിട്ട് കഴുകി എടുക്കണ്ടിട്ടാ. ഇനി അത് വെട്ടിയരിഞ്ഞ് ക്ലീനാക്കി സെറ്റാക്കി എടുക്കാനുള്ളതാണ്. അതുകൊണ്ടാട്ടാ നുറുക്കണതിന് മുമ്പ് അങ്ങോട്ട് കഴുകിയേക്കാന്ന് വെച്ചേ. അങ്ങനെ കഴുകി വെള്ളം ഊറ്റി വെച്ചിരുന്നതിൻ്റെ പുറകെ തന്നെ നമ്മൾ നമ്മുടെ സവാളേനെ പിടിച്ച് കനുവിനാന്നായിട്ട് അങ്ങോട്ട് ഇഞ്ചിഞ്ചായിട്ട് എടുക്കുവാട്ടാ. ഇഞ്ചിഞ്ചായിട്ട് അരിയാന്ന് പറയൂലേ എന്ന് പറഞ്ഞാൽ ഒരു സവാളേനെ പിടിച്ച് വട്ടത്തിൽ കണ്ടിച്ച സവാളേനെ നീളത്തിൽ 4 കണ്ടിക്കിലും കൂടെ കണ്ടിച്ചിട്ട് കരവുരാന്ന് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കണ രംഗാട്ടേക്ക് കാണണേ. വളരെ എളുപ്പത്തിൽ ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ചെയ്യണ പരിപാടി കേട്ടാ. അങ്ങനെ സവാള ചോപ്പ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴുത്തി പിടിച്ച് കുത്തി പിടിച്ചേർന്ന ബീൻസിനെ എല്ലാത്തിനും കൂടെ കൂടി ഒന്നിച്ച് പിടിച്ചിട്ട് ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടി ഒന്നിച്ച് പിടിച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗാട്ടേക്ക് കാണണേ. നമ്മൾ ബീൻസ് ഇങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സവാളയുടെ കൂടെ ഇരുന്ന പച്ചമുളക് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യൂലാട്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ച് കടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാപ്പില് മയ്യത്തൂന്ന്. എരിവുള്ള മുളകായതുകൊണ്ട് ചിലപ്പോൾ വട്ടത്തിൽ നീളത്തിൽ ഒരേപോലെ കണ്ടിച്ചിട്ടുണ്ടെങ്കിൽ ബീൻസ് ഏതാ മുളക് എന്നറിയാൻ കൊള്ളാണ്ട് പിടിച്ച് കടിച്ചിട്ടുണ്ടെങ്കിൽ വായിക്കോടെ വെള്ളവും വരും, കണ്ണിക്കോടെ നീറിലും വരുമെന്ന്. അപ്പോൾ അങ്ങനെ അതെ നമ്മൾ എടുത്തു വെച്ചിരുന്ന സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് അരിഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കട്ടോ. നമ്മുടെ സവാളേനെ മാറ്റി വെച്ചു, നമ്മുടെ ക്യാരറ്റിനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ബീൻസ് അരിഞ്ഞ് മാറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ. കരിമുരാന്ന് സ്പീഡിൽ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്യാരറ്റ് ആട്ടോ. എത്രത്തോളം കനം കുറച്ച് നിങ്ങൾക്ക് അരിയാൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ച് തന്നെ അരിഞ്ഞു കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി എളുപ്പത്തിനായിട്ടാണത്. ഇതിൻ്റെ ഇടയ്ക്ക് ഗ്രീൻ പീസ് ആയിരുന്നെങ്കിൽ നമ്മൾ ഒരു കുക്കറിലിട്ട് 2 വിസിൽ അടിച്ചതിന് ശേഷം ഉപയോഗിക്കാറുണ്ട്. ഇത് വെള്ള പീസ് ആയതുകൊണ്ട് കുക്കറിലിട്ട് അടിക്കാതെ ഡയറക്റ്റ് ആയിട്ട് വേവിച്ചെടുക്കുവാട്ടോ നമ്മൾ ചെയ്യണേ. അങ്ങനെ ഇഞ്ചീനെ കൊത്തിയരിഞ്ഞ് കുനുകുനാന്നാക്കിയും വെച്ചു. അതിൻ്റെ കൂടെ പച്ചമുളകിനെ പിടിച്ച് നീളത്തിലരിഞ്ഞ് മാറ്റിയും വെച്ചു. ബീൻസും ക്യാരറ്റും സവാളയും കൂടെ ചോപ്പ് ചെയ്ത് മാറ്റിയും വെച്ച് കഴിഞ്ഞിട്ട് സ്റ്റൗ കത്തിച്ച് അടുപ്പത്തേക്ക് നമ്മുടെ ചീഞ്ചട്ടി വെച്ചു വിട്ടാ. ചീഞ്ചട്ടി വയ്ക്കുമ്പോൾ നമ്മൾ വേറെ ഇപ്പം തന്നെ ഉണ്ടാക്കാൻ പോവുകയാണെന്നോ. ഇപ്പം തന്നെ ഉപ്പാവ് ഉണ്ടാക്കുന്ന പരിപാടിയല്ല കേട്ടോ. നമ്മൾ നൈലിൻ്റെ റോസ്റ്റഡ് റവയാണ് എടുത്തേക്കണം, അതായത് വറുത്ത റവ എടുത്തേക്കണമെങ്കിലും നമുക്കൊരു സമാധാനത്തിന് വേണ്ടി ഞാൻ 1/2 ലിറ്ററിൻ്റെ കപ്പിനകത്തേക്ക് വീണ്ടും ഒന്നുകൂടെ പൊട്ടിച്ചിട്ടിട്ട് ബാക്കി വന്ന റവ മാറ്റിയും വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് ചീഞ്ചട്ടി ചൂടാക്കിയിട്ട് ആ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണ്ടിട്ടാ. നമ്മൾ കടയിൽ നിന്ന് ലൂസായിട്ട് മേടിക്കുന്ന റവയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചീഞ്ചട്ടിക്കാട്ടെടുത്തൊന്ന് ചൂടാക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. ഈ സ്ലോ മോഷനിൽ ചാടിക്കൊണ്ടിരിക്കുന്ന റവ ഓൾറെഡി ഒന്ന് വറുത്ത് വന്നേക്കണെയാണെന്ന്. പിന്നെ നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ ഒന്നോടെ ഒന്ന് ചൂടാക്കി എടുക്കുകയെന്ന്. റോസ്റ്റഡ് റവ പിന്നെ എന്തിനാടാ ചങ്ങായി ഇയാൾ ഒന്നോടെ റോസ്റ്റ് ആക്കണമെന്നുള്ള ചോദ്യം ഇവിടെ നിരോധിച്ചു കൂട്ടാ. എപ്പോഴേ പലപ്പോഴേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഒന്നോടെ ചൂടാക്കിയതെന്ന്. കാരണം ചൂടാക്കി ഉപയോഗിച്ച് ശീലിച്ചേക്കണ റവ ഒന്നോടെ ഒന്ന് ചീഞ്ചട്ടിയിലിട്ട് ഇളക്കാണ്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ഉപ്പ ഉണ്ടാക്കുമ്പോൾ കഴിക്കും കാനൊരു വിറയിൽ പോലെയാന്ന്. അതെന്തെങ്കിലും ആവട്ടെ എങ്ങനെയെങ്കിലും ആവട്ടെ. എന്നാൽ പിന്നെ അത് റവേനെ പിടിച്ച് ചീഞ്ചട്ടിയിലേക്കിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 4 ഇളക്കം വെച്ച് കൊടുത്ത് ചീഞ്ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇടയ്ക്കൂടെ കറുത്ത പാട് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി റവ ചൂടായി തുടങ്ങിയെന്ന്. ചീഞ്ചട്ടി മൂടാൻ വെച്ചിരുന്ന മൂടിപ്പാത്രം എടുത്ത് തൂത്തുടച്ച് മാറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് റവേനെ പിടിച്ചൊരു തട്ടും വച്ച് കൊടുത്തിട്ട് ഇനി ചട്ടവും കൊണ്ട് ഒരു നിരത്തിലും കൂടെ നിരത്താനുണ്ട് കേട്ടാ. ഈ ചെങ്ങായി എന്തുട്ടെങ്കിൽ സ്ലോ മോഷനിൽ നമുക്ക് പിന്നെ ഇടാറുന്നില്ല, ഈ ഇടുമ്പോൾ തന്നെ സ്ലോ മോഷനിൽ ഇട്ടുകൊണ്ടിരിക്കണതിനാണ്. എന്തോ ആവട്ടെ, സ്ലോ മോഷനായാലും ഫാസ്റ്റ് മോഷനാണെങ്കിലും എന്തായാലും സംഗതി നമ്മളവിടെ ഇട്ട് കഴിഞ്ഞിട്ട് ചീഞ്ചട്ടിയുടെ മൂടി എടുത്തിട്ട് മൂടിയിലേക്ക് ഇട്ട് നിരത്തിയും വെച്ചു കൂട്ടാ. ആ ചീഞ്ചട്ടി അങ്ങനെ തന്നെ കഴുകുമല്ലോ പറിക്കുമല്ലോ തൂത്തുടയ്ക്കോ ഒന്നും ചെയ്യാണ്ട് നേരെ അടുപ്പത്തേക്ക് ഇട്ട് വെച്ചിട്ട് പിന്നെ അതേ ഒഴിച്ചു കൊടുക്കണത് സൺഫ്ലവർ ഓയിലായിട്ടാ. ഒരുപാട് ഓയിലും നമ്മൾ ഒഴിക്കുന്നില്ല, ഇതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർക്കാനുള്ളതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ കുറച്ചായിട്ട് ചേർക്കണുള്ളൂ. എന്നേരും നെയ്യ് ഓവർ ചേർക്കണ്ടല്ലോ എന്നിട്ടല്ലേ ഈ പറയണേ.
എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുകിനെ പിടിച്ചൊരു തട്ടും വെച്ച് കൊടുത്ത് പൊട്ടിത്തെറിച്ച് കടുകടുമ്പ് കറുമുറന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഴുകി വാരി വെള്ളം വാഴ്ത്താതെ ഇരുന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം പോകാതെ ഇരുന്നിരുന്ന് വെള്ളം കളയാതെ വച്ചിരുന്ന്, അതായത് കഴുകി വാരിയിട്ട് പച്ചവെള്ളത്തിൽ നിന്ന് അങ്ങനെ തന്നെ വാരിയിരുന്ന് കറിവേപ്പിലയായിട്ട് ഈ വാരിയിടാൻ പോണേ. ആ കറിവേപ്പില ഇട്ടത് മാത്രം ഓർമ്മയുള്ളൂ. പിന്നെ അവിടെ സംഭവിച്ചതൊക്കെ ചരിത്രമായിരുന്നു. ഏത് വഴി എങ്ങനെ എങ്ങോട്ട് ഓടിയെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അത് ആ ഓട്ടം ഓടിയ സമയത്താണ് നമ്മൾ ക്യാമറ ഓഫ് ചെയ്ത് ചേർന്നു. പിന്നെ ഇടാനുള്ള സാധനങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് മറന്നും പോയിട്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ, അതായത് കറിവേപ്പിലക്കകത്ത് കിടന്ന വെള്ളം പൊട്ടി തീർന്നപ്പോൾ ഞാൻ അപ്പം തന്നെ പിടിച്ചിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഇഞ്ചിനെയും പച്ചമുളകിനെയും പിടിച്ച് ഒരു തട്ടും വച്ച് കൊടുത്തിട്ട് അതിനൊന്ന് വാട്ടി കൂട്ടിയെടുത്ത സമയം കൊണ്ട് നമ്മൾ കൊത്തിയരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന സവാളേനെയും പിടിച്ച് ചീഞ്ഞട്ടിയിലേക്ക് ഇട്ടിട്ട് 4 ഇളക്കി തട്ടിപ്പൊത്തി മാറ്റി വയ്ക്കുവാട്ടാ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പിടാൻ മറക്കരുതട്ടാ. സാധനത്തിൻ്റെ പേര് സാൾട്ട് മാംഗോ ട്രീ എന്നാണെന്ന് പണ്ട് നമ്മുടെ ലാലേട്ടൻ സിനിമയ്ക്കകത്ത് പറഞ്ഞ മാതിരി ഇത് ഉപ്പിടാത്ത ഉപ്പുമാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണൂട്ടാ. ഉണ്ണ വയ്ക്കാൻ മറന്നാലും ഉപ്പിടാൻ മറന്നേക്കല്ലേ. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഗരം മസാല ഇങ്ങോട്ട് ഇട്ട് കൊടുത്തുട്ടാ. സാധാരണഗതിയിൽ കടകളിൽ നമ്മുടെ സ്റ്റാർ ഫെസിലിറ്റീസൊക്കെ ഉള്ള കടകളിൽ ഉപ്പാവ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തൂട്ടെങ്കിൽ അത് ഇങ്ങനെ പറഞ്ഞെന്ന് ചിന്തിക്കേണ്ട, വെളുത്ത കളറായിരിക്കും. ഞാൻ ആ വെളുത്ത കളർ മാറാൻ വേണ്ടി ഗരം മസാലേനെ കൂടാണ്ട് ഒരു ഇച്ചിരി ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാട്ടാ. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ മഞ്ഞയായി പോയിട്ടൊന്ന് പേടിച്ചിട്ടാട്ടോ മഞ്ഞപ്പൊടി ഇടാണ്ട് നമ്മളൊരു ഇച്ചിരി ചിക്കൻ മസാല ഇട്ട് കൊടുത്തേ. നമ്മുടെ 5 സ്റ്റാർ സെറ്റപ്പിലൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരിക്കലും ചിക്കൻ മസാല മഞ്ഞപ്പൊടി ഒന്നും ചേർക്കില്ല. ലേശം ഗരം മസാല മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. 1/2 ലിറ്റർ കപ്പിൽ നമ്മൾ 1/2 കിലോ റവ അളന്നെടുത്തിട്ട് ചൂടാക്കാൻ പറ്റുന്ന അതേ കപ്പിൽ തന്നെ ഒരു 3/4 കപ്പ്, 3/4 കപ്പ് എന്നുള്ളത് മാറിപ്പോയില്ലോ, അത് തന്നെ 1/4 കപ്പ്. ആ കപ്പിന് 1 കപ്പ് നിറച്ചും 1/4 കപ്പും കൂടി 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പ് വീണ്ടും ഒന്നുകൂടെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഉപ്പ് ഒരിക്കലും കുറയരുത്. സാധനത്തിൻ്റെ പേര് ഉപ്പുമാവെന്നാണെങ്കിലും ഉപ്പില്ലാത്ത ഉപ്പുമാവായിന്ന് ആരും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഉപ്പിൻ്റെ ആരും പ്രത്യേകം പറയണേ. ഉപ്പിട്ടെടുത്ത് വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ കൊത്തിയരിഞ്ഞ് മാറ്റി വെച്ചേരുന്ന ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നില്ല, ബീൻസും ക്യാരറ്റും കൂടെ പിടിച്ച് ഒരു തട്ടും വെച്ച് കൊടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടുവിട്ടാ. അത് വെള്ളത്തേക്കിലിട്ടൊന്ന് ഇളക്കി കുത്തി കഴിഞ്ഞപ്പോഴാണ് ഓർത്ത ഒരു സാധനം കൂടി ഇടാണ്ടിരായിരുന്നല്ലോ എന്ന് അതിനെയും കൂടെ പിടിച്ച് ചെരുവത്തി പിടിച്ച് പാത്രത്തിൽ പിടിച്ചൊരു തട്ടും വെച്ച് കൊടുത്തുവിട്ടാ. തട്ടിപ്പൊട്ടി അതിനെ വേവിച്ചെടുക്കണോട്ടേ. സംഗതി തിളച്ച് മറിയാണതിന് മുമ്പ് നമ്മളൊരു പാത്രം വെച്ച് മൂടി വയ്ക്കേണ്ടിട്ടാ. മൂടിപ്പാത്രം നോക്കിയപ്പോൾ മൂടിപ്പാത്രത്തിൽ റവ ഇരുന്ന കാരണം ഹോട്ട് ബോക്സിൻ്റെ മൂടിപ്പാത്രം എടുത്ത് തൽക്കാലത്തേക്ക് മൂടിയാട്ടാ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന നെയ്യ് അത് ഓപ്ഷനിലായിട്ടോ. നിങ്ങൾക്ക് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ലാസ്റ്റ് നെയ്യ് ഒഴിച്ചിട്ട് എന്തൂട്ടെങ്കിൽ അത് ഇങ്ങേരുടെ വാക്കും കേട്ട് നെയ്യ് ഒഴിച്ചു ഇത് എന്തൂട്ട് സാധനമെന്നുള്ള ചോദ്യം ചോദിക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. നെയ്യ് ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പച്ചക്കറിയും സാധനങ്ങളും തിളച്ചു വന്ന സമയത്ത് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഉപ്പുണ്ടോ എന്ന് ഒന്നുകൂടെ നോക്കിക്കോൾട്ടാ. ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനിയിടാൻ വേറെ സാവകാശം കിട്ടൂലെന്ന്. അതിനെ കുറവുള്ള ഉപ്പ് ഒന്നുകൂടെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷമായിട്ടാ നന്നായിട്ട് വെട്ടി തിളച്ചിങ്ങനെ പരുവായി വന്ന വെജിറ്റബിളിൻ്റെ ഉള്ള വെള്ളത്തിലേക്ക് നമ്മൾ റവ ഇട്ട് കൊടുക്കാൻ പോണേ. അങ്ങനെ നമ്മുടെ വെള്ളം നല്ല അടിപൊളിയായിട്ട് തിളച്ച് മറിയണ്ട ഈ സമയത്തായിട്ടാ ചീഞ്ചട്ടിയുടെ മൂടിക്കകത്തിരുന്ന റവ വറുത്ത് വെച്ചേർന്ന റവ, വെറും റവയല്ല വറുത്ത് വെച്ചേർന്ന റവ നമ്മളെ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒറ്റയ്ക്കുള്ള പരിപാടി ആയതുകൊണ്ട് ഒരു കൈ കൊണ്ട് ഇളക്കാനും ഒരു കൈ കൊണ്ട് വീഡിയോ പിടിക്കാനും ഒരു കൈ കൊണ്ട് ചീഞ്ചട്ടിയെ പിടിക്കാനും സാധിക്കാത്തത് കൊണ്ടാട്ടോ ഞാൻ ആ പരിപാടി ഒറ്റ പരിപാടിയിൽ ഒന്നിച്ചിട്ടിട്ട് പിന്നീട് ഇളക്കാമെന്ന് വെച്ചേ. നിങ്ങൾക്ക് മരങ്ങുണ്ടെങ്കിൽ മാത്രമായിട്ട് ഈ പരിപാടിക്ക് നിൽക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്തും ഇല്ലാത്തതുകൊണ്ട് ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുക്കണതിനനുസരിച്ച് പയ്യെ ഇളക്കി എടുക്കണൂട്ടാ. ഇല്ലെങ്കിൽ 8ൻ്റെ പണിയാട്ടാ. ഇളക്കൽ കൂടുതലായിട്ട് ഇളക്കേണ്ട വരുമെന്ന്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അത് 2 കൈ അങ്ങനെയും മാറും, ഒരു കൈ ഇങ്ങനെയും മാറും. ആകെയുള്ളത് 2 കൈ ആയതുകൊണ്ട് മാത്രം ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇളക്കി കൂട്ടി മിക്സ് ചെയ്തെല്ലാം സെറ്റാക്കി തട്ടിപ്പൊത്തന്നെ എങ്ങാട്ടേക്ക് കാണണേ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മൾ റവ അടുപ്പത്തേക്ക് ഇടുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിലിരിക്കണമെങ്കിലും റവ വെള്ളത്തിലേക്ക് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ തീയുടെ ഫ്ലെയിം കുറച്ചോളൂ കേട്ടോ. ലോ ഫ്ലെയിമിലേക്ക് നേരെ പോകുന്നുള്ളൂന്ന്. ഒരു കാരണവശാലും ഹൈ ഫ്ലെയിമിലിട്ട് കളിക്കാൻ നിൽക്കരുത്. കഴിച്ച് കഴിഞ്ഞാൽ കാപ്പൽ മയ്യത്തു കരിച്ചൊക്കെ ചവയ്ക്കും. പിന്നെ എന്താ പറയുക, കരി ചോദിക്കണ സാധനത്തിനൊക്കെ അൽഫാം എന്നുള്ള പേരായതുകൊണ്ട് അൽഫാം എന്നാ ഉപ്പുമാവെന്ന് പറയാൻ പറ്റില്ല. കാരണം കരിക്കുമ്പോൾ കരി മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി മിക്സാക്കിയിട്ട് നമ്മളിത്
അടച്ച് തട്ടിപ്പൊത്തി സെറ്റാക്കി വയ്ക്കുന്ന പരിപാടിയായിട്ടേക്കാണ്ട് ഇനി ഒരു 5 മിനിറ്റ് നേരം ഈ ഇരിപ്പ് അവിടെ ഇരിക്കണമെന്ന്. ആ ഇരിപ്പ് ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് മൂടി തുറക്കുമ്പോൾ ഒരു ആവി ഒരു പൊങ്ങലുണ്ട്. ആ സമയത്ത് നമ്മുടെ ആ നെയ്യിൻ്റെയും ബാക്കിയുള്ള വെജിറ്റബിളിൻ്റെയും എല്ലാം കൂടെ ഒരു ഫ്ലേവർ ഇങ്ങനെ വരും. എൻ്റെ പൊന്ന് സാറേ, ഇതൊരു ഡയലോഗും അത് വേണമെങ്കിൽ നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്ത് ചേർക്കാമെന്ന് ആവുന്നു. എന്തായാലും നന്നായിട്ട് ഈ ഇളക്കണൂട്ടോ. ഈ സാധനത്തിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട ഉടച്ച് നമ്മൾ തരിയായിട്ട് ഇളക്കി കൂട്ടി മിക്സാക്കി എടുക്കുക എന്നുള്ളതിലായിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പണിയിരിക്കണേ. എനിക്ക് പിന്നെ പണി പാലും വെള്ളത്തിലാണ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ. വീഡിയോ എടുക്കലും ചീഞ്ചട്ടിയെ പിടിക്കലും റവയിടലും ഇളക്കലും എല്ലാം കൂടെ ഒന്നിച്ച് നടക്കാതിരിക്കുമ്പോൾ ഞാൻ എൻ്റെ എളുപ്പത്തിന് കാണിച്ചൊരു പരിപാടിക്കായിട്ടാണ് ഞാൻ 1 മണിക്ക് 9 മണി കൂടുതൽ ചെയ്തത്. കണ്ട ഈ ഒരു പരുവത്തിലാക്കി ആക്കിയെടുക്കാൻ വേണ്ടി ഞാൻ കുറേ പണി പെട്ടുവിട്ടോ. നമ്മുടെ 5 മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിൽ വെച്ച് ഈ സാധനം തട്ടിപ്പൊത്തി വെച്ച് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞ് കട്ട പൊട്ടിച്ചതിന് ശേഷം ആദ്യത്തെ തവണ പിന്നെ കട്ട പൊട്ടിച്ചതിന് ശേഷം രണ്ടാമത് ഒന്നോടെ ഒരു 3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. അതിന് ശേഷം നമ്മൾ രണ്ടാമത് ഒന്നോടെ ഒന്ന് ഇളക്കി കുത്തി സെറ്റാക്കി റെഡിയാക്കി വച്ചതിന് ശേഷം ഉണ്ടല്ല ഒരു 2 മിനിറ്റും കൂടെ അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം കേട്ടോ. അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ പേടിക്കാനില്ല എന്ന്. ഞാൻ ഈ നാടൻ സ്റ്റൈലിലുള്ള നാടൻ കടായിൽ പണ്ടത്തെ ചീഞ്ചട്ടിയിലായിട്ട് എല്ലാ പരിപാടിയും ചെയ്യണേ. നമ്മളങ്ങനെ ഹൈ പ്രൊഫൈലായിട്ടുള്ള സെറ്റപ്പിലുള്ള പരിപാടികളൊന്നും ഇല്ലാന്ന്. നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആൾക്കാർക്ക് നാട്ടിൻപുറത്ത് നമ്മൾ അടുക്കളയിലുള്ള പാത്രങ്ങൾ വെച്ച് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അത് നമ്മുടെ 5 സ്റ്റാർ സെറ്റപ്പിലുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി. അപ്പോൾ അങ്ങനെ 5 സ്റ്റാർ സെറ്റപ്പിലുള്ള നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടിരിക്കേണ്ട. ഉപ്പുമാവിൻ്റെ കൂടെ ഞാൻ വച്ചേക്കണത് പാളയം കുറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം ഉപയോഗിക്കാട്ടാ. അപ്പോൾ എത്ര ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോകാണ്ട് ചാനൽ സബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടാ. അപ്പോൾ എങ്ങനെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ബട്ടൺ ഒന്ന് കുത്തി പൊട്ടി വെച്ചേക്കണം കേട്ടോ. ആ ഹാർട്ടൊന്നും ഇങ്ങോട്ട് തന്നേക്കാൻ. നിങ്ങളുടെ സ്നേഹത്തിലാണ് നമ്മുടെ വിജയിക്കണേന്ന്. അപ്പോൾ ഇത് കാണാത്തവരിലേക്കൊന്ന് കാണാൻ വേണ്ടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം കേട്ടോ. ചാനലിൻ്റെ പുരോഗതി നിങ്ങളുടെ കയ്യിലാണെന്ന്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് സനീർ പാടപ്പാടൻ. താങ്ക് യു.